വളരെ അടിപൊളി ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ നിർത്തിയതാണ്. അപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് സാർ ഇതേപോലെ തന്നെ ഒരു വികലാംഗൻ്റെ എന്താണെന്ന് വെച്ചാൽ ഡിസേബിൾഡ് ആയിട്ടുള്ള എന്താ സംഗതി എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മൂപ്പര് ഓൾറെഡി ചെറിയൊരു ഡിസബിലിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ അയാൾ മൂപ്പരിനോട് പറഞ്ഞ് സ്റ്റേ എവിടെയാണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും റൂം നോക്കണം. എന്നാൽ എവിടെയും റൂം നോക്കണ്ട, ഞങ്ങളുടെ അടുത്ത് റൂം ഉണ്ടെന്ന് പറഞ്ഞിട്ട് റൂം കാണിച്ച് ഞങ്ങൾക്ക് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് കിടക്കാനുള്ള സംവിധാനം മൂപ്പര് റെഡി ആയിട്ടുണ്ട്. എന്നാൽ ആലോചിച്ച് നോക്കണം, നല്ല നല്ല മനുഷ്യന്മാർ നോക്കി. ആദി ചേട്ടനാട്ടോ. വേറെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ആൾക്കാർ കിടന്നുറങ്ങുന്നൊക്കെ ഉണ്ട്. കണ്ടോ, ഇത് എന്താ ജോലിക്കാരൊക്കെയാണ് തോന്നുന്നത്, എനിക്കറിയില്ല. ഞങ്ങളെ കണ്ട് അവർ പറഞ്ഞു ആ റൂമിൽ കിടന്നോളൂ, ആ റൂം ചില ഗസ്റ്റുകൾ വരുമ്പോൾ കൊടുക്കുന്ന റൂമാണെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് വളരെ സന്തോഷം അല്ലേ, ഇതൊക്കെയാണ് സന്തോഷം. ഇതാണ് ഇതിൻ്റെ ഈ പമ്പിൻ്റെ ഓണർ രവി സാറ്. ഇതേപോലെ ആദ്യമാണ് നമ്മളെ ഓടി വന്നിട്ട് നമുക്ക് എന്ത് സാറേ ഭക്ഷണം വേണോ, നമുക്കിവിടെ റൂമുണ്ട്, എല്ലാവിധ സംവിധാനങ്ങളും തരാമെന്ന് പറഞ്ഞിട്ട് ആദ്യമാണത്. ആദ്യം ഈ ചെറിയ LLDയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അയാൾക്ക് മനസ്സിലാവും എന്താണ് ഡിസബിലിറ്റീൻ്റെ പ്രശ്നം എന്നുള്ളത് അയാൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. They provide us all things, even breakfast also they provided. And absolutely it was a warm welcome. Thank you so much for your greetings and all things. Thank you so much. അന്യ സംസ്ഥാനത്തിൻ്റെ ആൾക്കാരെ പറ്റി പലതും പറയാറുണ്ട്. പക്ഷേ ഇതൊന്നും എന്താ പറയുക ശരിയല്ല. നമുക്ക് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാവരും അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ആദിയുടെ വീട്ടിലേക്കാണ്. ആദിയുടെ വീട്ടിലേക്ക് അവരുടെ ആദിയുടെ അനിയത്തിക്ക് എന്തൊരു പ്രശ്നം, കാലിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. പോളിയാണെന്നാണ് പറഞ്ഞത്. ഒന്ന് പോയി നോക്കാമെന്ന് വെച്ച് പോയതാണ്. അങ്ങനെ പോയ സമയത്ത് ഇവരൊരു ഗ്രാമത്തിൽ 300 ഫാമിലി താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇവരുടെ അമ്മ മുറ്റത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പെങ്ങൾ വന്ന് കണ്ടു. വന്ന സമയത്ത് ആദ്യം പറഞ്ഞത് ശരിക്കും പോളിയാണെന്നാണ് പറഞ്ഞത്. പോളിയോൻ്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ പാമ്പ് കടിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ പാമ്പ് കടിച്ച സമയത്ത് ഈ പറഞ്ഞ പോലെ ആ സമയത്ത് ആഫ്റ്റർ എന്താ പറയുക നല്ലോണം സ്ട്രെച്ച് ചെയ്യാത്തതുകൊണ്ടും അതേപോലെ തന്നെ ഒരു സ്പ്രിൻ്റ് ഉപയോഗിക്കാത്തതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഡിഫോമിറ്റി വന്നത്. അതേപോലെ തന്നെ ടോയിൻ്റുള്ള സ്പേസറൊക്കെ കൊടുക്കേണ്ടിയിരുന്നു. അതൊന്നും ഇവർക്ക് അറിയണ്ടാവില്ല, കാരണം ഇവർ സാധാരണക്കാരാണല്ലോ. കാരണം ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് തന്നെ പറയുന്നത് തന്നെ ഒരു വളരെ വിരളമായിരിക്കും. പാമ്പ് കടിച്ചിട്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇത്ര ആൾക്കാർക്ക് തന്നെ സ്വയം ചികിത്സയാണ്. കാരണം ഈ എന്താ പറയുക ഗ്രാമത്തിലൊക്കെ അവർ തന്നെ പണ്ടത്തെ കാലത്തൊക്കെ നാട്ടുചികിത്സകൾ എന്താ പറയുക നാട്ടുവൈദ്യന്മാരുടെ അടുത്തൊക്കെ ചികിത്സിക്കുക, പിന്നെ ആഫ്റ്റർ ഒന്നും അവരും ചെയ്യില്ല. അപ്പം ജീവൻ രക്ഷിക്കാമെന്ന് മാത്രമേ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ കുറച്ച് നമ്മളാൽ കഴിയുന്ന കുറച്ച് മാനേജ്മെൻറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞു കൊടുത്തു. എല്ലാവരും ചെയ്തോളാം എന്നൊക്കെ ഉറപ്പ് നൽകി. ഞങ്ങൾ പിന്നെ അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ വഴിയിൽ വെച്ചിട്ട് വേറൊരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടു. പാവം അയാൾ എന്താ പറയുക ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ ദിവസങ്ങളായ മാതിരിയാണെന്ന് എനിക്ക് തോന്നിയത്. അയാൾ എന്താ പറയുക ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ഭക്ഷണം ഉണ്ടായിരുന്നു, വളരെ കുറച്ചായിട്ടുള്ളൊരു ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. അത് അയാൾക്ക് കൊടുത്തു. അയാൾക്കത് മതിയാവുന്നില്ല, എത്ര കഴിച്ചിട്ട് അയാൾക്ക് മതിയാവുന്നില്ല. അങ്ങനെയല്ല, അയാൾ നക്കിയെടുക്കുക. അതൊരു വല്ലാത്തൊരു ഒരു മനസ്സിന് ഭയങ്കര ഒരു വേദനിപ്പിക്കുന്നൊരു കാഴ്ചയായിരുന്നു. അയാൾക്കൊരു തൃപ്തിയായില്ല കൊടുത്തതേ. അയാൾ എന്താ പറയുക അയാൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അതായത് വിരലത്തൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ അയാൾ നിലത്ത് പോയത് അതും വീണ്ടും എടുത്ത് കഴിക്കാൻ തുടങ്ങി. അത് ഭയങ്കര ഒരു വിഷമമുള്ളൊരു സംഗതിയായിപ്പോയി. കാരണം ഈ NHനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഈ അടുത്തൊരു 4-5 കിലോമീറ്ററുകളൊന്നും ഒരു 5-10 കിലോമീറ്റർ കഴിഞ്ഞാൽ ഓരോ ധാബകൾ കിട്ടുള്ളൂ നമുക്ക്. അടുത്തൊന്നും കടകളുണ്ടാവില്ല. എക്സ്പ്രസ് ഹൈവേ അല്ലേ, ഹൈദരാബാദ് റൂട്ടാണ്. അങ്ങനെ അതൊരു ഭയങ്കര വിഷമമുള്ള സംഗതിയായിപ്പോയി. അങ്ങനെ ഓടിപ്പോയി. കാരണം അയാളോട് നിലത്തുനിന്ന് പെറുക്കി തിന്നല്ലേ, ഞാൻ ഓടിപ്പോയി അയാളോട് കഴിക്കരുതെന്ന് പറഞ്ഞു. ഇയാൾ ഏത് ഭാഷക്കാരനോ ഏത് നാട്ടുകാരനോ ഒന്നും അറിയില്ല. പക്ഷേ ഏതായാലും അയാൾ എണീച്ച് പോകാൻ പറഞ്ഞപ്പോൾ അയാൾ പോയി. അങ്ങനെ അതൊരു വല്ലാത്തൊരു നിമിഷമായിപ്പോയി. മനസ്സിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക മുറിവേൽപ്പിച്ചൊരു മൊമെൻറ്റ്. അങ്ങനെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഉറുമാമ്പഴം കൊണ്ടിരുന്നു, അതും അയാൾക്ക് എടുത്ത് കൊടുത്തു. അതും കൂടി എടുത്ത് വെച്ചപ്പോൾ ഒരുവിധം അയാൾക്കൊരു അതും കൂടി കണ്ടപ്പോൾ സന്തോഷമായി. ഇത്ര ആളുകളെന്ന് പറയുമ്പം ഇതൊരു എക്സ്പ്രസ് ഹൈവേ ആണ്. വണ്ടി അടിച്ച് മിന്നി പോവുക. ഒരു 100-150 കിലോമീറ്ററൊക്കെ ഓരോ വണ്ടി പോവുക. അപ്പോൾ ഇത്ര ആൾക്കാർ ശ്രദ്ധിക്കില്ല, ഇവർക്ക് ഒരു ഭക്ഷണം കിട്ടില്ല. കാരണം 5-10 കിലോമീറ്ററുകളാണ് ഓരോ ഷോപ്പുകളിൽ. അയാളെ ഭക്ഷണം മാത്രമല്ല അയാളെ കാലൊക്കെ മുറിഞ്ഞിരിക്കുക. എന്താ പറയുക, എന്തായാലും ഒരു വല്ലാത്ത അവസ്ഥ. അങ്ങനെ അയാളോട് ബായും പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി യാത്ര ചെയ്യാണ്. അങ്ങനെ അടുത്ത് കാണുന്നതെന്ന് വെച്ചാൽ ഒരു ആക്സിഡൻറ്റാണ്. നമ്മുടെ തമിഴ്നാട്ടുകാരുടെ വണ്ടി തല കീഴായി കിടക്കുന്നുണ്ടല്ലേ. എന്തോ മറ്റേ അയാൾ കിടന്ന് ഉറങ്ങിപ്പോയതാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ കോമഡി എന്ന് വെച്ചാൽ ഈ വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞ് വണ്ടി മറിച്ചിട്ടിട്ട് ബോസിൻ്റെ അപ്പുറത്ത് ഇരുന്നിട്ട്
അപ്പുറത്ത് ഇരുന്നിട്ട് ഞങ്ങൾക്ക് ടാറ്റ തരിക. അതൊരു വല്ലാത്തൊരു സംഗതി. മറ്റോടത്തുനിന്ന് സങ്കടപ്പെട്ട് ഞങ്ങൾ വരുമ്പോഴാണ് ഈ സംഗതി കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്.